പ്രൈസ് ലോർഡ്. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു എപ്പിസോഡിലേക്ക് കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പറയപ്പെടുന്ന ഒരു അസുഖമാണ് മങ്കി പോക്സ് എന്ന് പറയുന്നത്. ഏതാണ്ട് 9ഓളം പേർക്ക് മങ്കി പോക്സ് ആയി ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഒരാൾ മരിച്ചു. ഇവരെല്ലാം നൈജീരിയ മുതലായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്തവരാണ്. ആദ്യമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത് കണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങളത് മങ്കികൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമാണ്, മങ്കിയിൽ കൂടി മാത്രം പകരുന്ന ഒരു രോഗമാണ്. നമ്മളും മങ്കികളിലെ ഒരു ആൾക്കാരാണിതുകൊണ്ട് നമുക്കും ഏതാണ്ട് ഇങ്ങനെ വരാമെന്ന് ചിന്തിക്കരുത്. ഇത് മറ്റു മൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കൊണ്ട്, മറ്റു മനുഷ്യരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്, ഇത് വന്ന രോഗികളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്, ഈ മൃഗങ്ങളുമായിട്ടുള്ള മനുഷ്യൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്. ഉള്ള മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ്, ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തുപ്പലുകൾ, അതിൻ്റെതായിട്ടുള്ള മറ്റ് സെക്രീഷൻസ് ഒക്കെ ഇതിൽ കൂടി പകരാവുന്നതാണ്. ലൈംഗികമായ ബന്ധം വഴിയും ഇത് പകരാവുന്ന ഒരു രോഗമാണ്. ഇതൊരു പനിയായിട്ട് ഡെവലപ്പ് ചെയ്യും. എന്നാൽ പനി പിന്നീട് മൂത്തിട്ട് അത് റാഷസ് ആകും, പിന്നീട് ചിൽസാകും. ഈ റാഷസ് വലുതായിട്ട് മൂത്തിട്ട് അത് കുമിളകളായി രൂപാന്തരപ്പെടും. ഈ രൂപാന്തരപ്പെടുന്ന കുമിളകളുമായിട്ട് രൂപാന്തരപ്പെടുന്നതിന് ശേഷം അത് പസ്റ്റ്യൂൾസ് ആയിട്ട് രൂപാന്തരപ്പെടും. പസ്റ്റ്യൂൾസായി രൂപാന്തരപ്പെട്ട് പിന്നെ അത് പൊട്ടി അത് സ്കാബുകളായിട്ട് രൂപാന്തരപ്പെടും. ഇങ്ങനെ 13 മുതൽ 14 ദിവസം വരെ സാധാരണഗതിയിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു അസുഖമാണ്. എന്നാൽ 5% ആൾക്കാർക്ക് മരണം വരെയും പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. വസൂരി എടുത്തവർക്ക് ഇത് വസൂരി വാക്സിൻ എടുത്തവർക്ക്, വസൂരി എന്ന് പറയുന്ന സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം നമുക്ക് കാണാനില്ല. എന്നാൽ വസൂരി വന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനെതിരെ ചില ഇഞ്ചക്ഷൻസുകളൊക്കെ കണ്ടിട്ടുണ്ട്, വാക്സിൻസ് കണ്ടിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം ഇത് ഫലപ്രദമാണെന്നുള്ളത് നമുക്കറിയില്ല. ഇതിനു വേണ്ടി ചില ആൻറ്റിവൈറൽ ഡ്രഗ്സ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരുമായിട്ടുമുള്ള ബന്ധങ്ങൾ നമ്മൾ തൽക്കാലം ഒരു 3 മുതൽ 14 ദിവസം വരെ അവസാനിപ്പിക്കണം. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 14 ദിവസമാണ്. ഇത് വന്നവർ വിശ്രമം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ വെച്ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ മാറാനാണ് സാധ്യത. ഇത് പേടിക്കേണ്ട അസുഖമാണ്. അതുകൊണ്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. 1952 മറ്റോ ആണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഈ മങ്കി പോക്സ് കാണുന്നത്. 2022 ഡൽഹിയിൽ ഇത് കണ്ടിരുന്നു. ഇന്ന് 2024 ഏതാണ്ട് മങ്കി പോക്സ് ഏതാണ്ട് 9 പേർക്ക് എന്ന് കണ്ടിരിക്കുന്നു. ഇതേക്കുറിച്ച് നമുക്ക് പേടിക്കാനില്ല. പക്ഷേ പ്രത്യേകിച്ച് വിദേശത്ത് യാത്ര ചെയ്യുന്ന, ആഫ്രിക്കൻ കൺട്രീസിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കണം. ഇത് കൺഫേം ചെയ്യാനായിട്ട് പൂന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ മാർഗമുള്ളൂ, മറ്റൊരിടത്തും ഇതില്ല. ഇതിനായിട്ട് ഈ പ്രഭാഷണങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് ഡോക്ടർ രാജു കെ ബേബി. കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗൽ പ്രയർ ക്ലിനിക്ക് നടത്തുന്നു. എൻ്റെ സംശയങ്ങൾ നിങ്ങൾ ചുവടെയുള്ള നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ നേരിട്ട് സമീപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉചിതമായിട്ടുള്ള ഉത്തരം കിട്ടും. നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു. എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ കോപ്പുകൈ.